ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 18-ാമത്തെ ദിവസത്തിൽ വിളക്ക് കൊളുത്തുന്നവരാകാം. കെടുത്തിക്കളയാനും അട്ടിപ്പായിക്കാനും ഓടിച്ചകറ്റാനുമൊക്കെ വല്ലാതെ ആളുകൾ തിരക്ക് കൂട്ടുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്ന് വിളക്കു തെളിക്കുന്നവരായി മാറിയാലോ. അൽഫോൻസാമയെ കാണാൻ വന്നിരുന്ന ആ രോഗാവസ്ഥയിൽ കണ്ടുമടങ്ങുന്നവരോട് അമ്മ ചോദിച്ചിരുന്ന സമ്മാനം എന്ത് എന്ന് വായിച്ചതുണ്ട്. വീട്ടിൽ ചെറിയ തിരികളുണ്ടെങ്കിൽ, കത്തിച്ച് തീരാറായതുണ്ടെങ്കിൽ തന്നാൽ മതി. അമ്മ ഇങ്ങനെ ഇടുങ്ങിയ വഴിയോരങ്ങളിലും ആശുപത്രിയുടെ ഇടങ്ങളിലുമൊക്കെ അത് കത്തിച്ച് വയ്ക്കുമായിരുന്നു. എത്ര ചെറിയൊരു നന്മയുടെ ശേഷിപ്പാണത്. നമുക്കും ചുറ്റുപാടുകളിലേക്ക് പ്രകാശത്തിൻ്റെ ശോഭ പകരാനായിട്ട് സാധിക്കുമോ? വിളക്ക് കത്തിച്ചു വയ്ക്കാൻ കഴിയുമോ? ചുമരിലിങ്ങനെ കുഞ്ഞുനാളിൽ ചിത്രം വരച്ചൊരു കുഞ്ഞിനെ, അവനിലൊരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടെത്തി അപ്പൻ നല്ല പുസ്തകങ്ങളും വരയ്ക്കാൻ പേപ്പറുമൊക്കെ വാങ്ങിക്കൊടുത്തു, കളർ പെൻസിൽ വാങ്ങിക്കൊടുത്തു. പിന്നീട് അവൻ നല്ല ക്യാൻവാസുകൾ കൊടുത്തു. മുതിർന്നപ്പോൾ അവൻ രാഷ്ട്രപതിയിൽ നിന്നും നല്ല കലാകാരന് അവാർഡ് വാങ്ങിയ കഥ ഓർമ്മയിലുണ്ട്. ഓരോ വ്യക്തിയുടെ ഉള്ളിലും എന്നിലൂടെ നിങ്ങളിലൂടെ ഒരു പ്രകാശം കത്തിച്ചു വയ്ക്കാൻ, പ്രതീക്ഷയുടെ ഒരു പൊന്നാമ്പ്. സുവിശേഷത്തെക്കുറിച്ചൊക്കെ ബോബിയച്ചൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, സുവിശേഷത്തിൽ നിന്നും പ്രതീക്ഷ അപ്രത്യക്ഷമായാൽ പിന്നെ അത് ഒരു ചത്ത പുസ്തകമായിട്ട് രൂപാന്തരപ്പെടും. നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഇങ്ങനെ ദൈവത്തെ എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചപ്പം പരമഹംസർ പറഞ്ഞൊരു മറുപടിയുണ്ട്: നന്നായി നോക്കിയാൽ നിൻ്റെ കണ്ണിൻ്റെ അകത്ത് കാണാൻ പറ്റും. സ്നേഹത്തോടെ ഈ പ്രതീക്ഷയുടെ ഒരുപക്ഷെ കെട്ടണഞ്ഞു പോകാവുന്ന വിളക്കിനെ കത്തിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൂടെ എത്തിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.